ആദ്യം നമ്മൾ പോകുന്നത് ഒരു ആവേശക്കരയിലേക്കാണ്. മാവേലിക്കര. അവിടെ അസംബ്ലിയിൽ ഇടതാധിപത്യമെങ്കിലും കൊടിക്കുന്നിൽ അടക്കി വാഴും കരയാണ്. അതോണാട്ടുകരയുടെ തലസ്ഥാനം. അങ്ങ് കുട്ടനാട് മുതലിങ്ങ് പത്തനാപുരം വരെ 3 ജില്ലകളിൽ നീണ്ടു നിവർന്നങ്ങ് കിടപ്പാണ് മണ്ഡലം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞു വീശ രാഹുൽ തരംഗത്തിൽ ഇടത് കോട്ടകളൊക്കെ പൊളിഞ്ഞടുങ്ങിയപ്പോൾ കൊടിക്കുന്നിൽ മാവേലിക്കര കൊടുത്തത് മണ്ഡല ചരിത്രത്തിലെ ചരിത്ര ഭൂരിപക്ഷം. ഇക്കുറി ഒരു യുവരക്തത്തെ രംഗത്തിറക്കുന്നു. CPI LDF. മാവേലിക്കരയിൽ നിന്ന് മന്ത്രിമാർ 3 KN ബാലഗോപാൽ, സജി ചെറിയാൻ, ഒടുവിൽ KB ഗണേഷ് കുമാർ. അങ്ങനെ ഏകോപനത്തിൽ പ്രവർത്തനത്തിൽ LDF ആഞ്ഞു പ്രവർത്തിക്കുമ്പോൾ മാവേലിക്കര കൊടുക്കുന്നിലിനെ കൈവിടുമോ ഇക്കുറി എന്നതാണ് $1 മില്യൺ ക്വസ്റ്റ്യൻ. ഉത്തരത്തിലേക്ക് എത്തിച്ചേക്കാവുന്ന വഴികാട്ടികൾ 10 ചോദ്യങ്ങൾ. ഒന്നാം ചോദ്യം, നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ്? അതിന് മാവേലിക്കരയിലെ വോട്ടർമാർ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. വിലക്കയറ്റം എന്ന് പറയുന്നു 14.8% ആളുകൾ. വരട്ടെ ഗ്രാഫിക്സ്. രാഷ്ട്രീയം എന്ന് പറയുന്നു 13.7% ആളുകൾ. സ്ഥാനാർത്ഥിയുടെ മികവ് എന്ന് പറയുകയാണ് 22.1% ആളുകൾ. തൊഴിലില്ലായ്മ എന്ന് പറയുന്നവർ 4.1% മാത്രമേ ഉള്ളൂ. അതോടൊപ്പം വികസനം എന്താണ്, ഞങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വികസനം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടെന്ന് പറയുന്നവർ 21.1%. അഴിമതിയും വിവാദങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വോട്ടിംഗ് ദിവസം ഇരച്ചെത്തുമെന്ന് പറയുന്നവർ 2.5%. സിറ്റിംഗ് MPയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷ് ആന്റി ഇൻകുംബൻസി ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു മണ്ഡലമാണ്. അവിടെ സിറ്റിംഗ് MPയുടെ പ്രവർത്തനം വിലയിരുത്തുന്നവർ 20.6. ചെറിയ കണക്കല്ല ആ കണക്ക്. മറ്റു വിഷയങ്ങൾ ആണ് ഞങ്ങളെ സ്വാധീനിക്കുക എന്ന് പറയുന്നവർ 1.1% ആളുകൾ. ഓക്കെ, അപ്പോൾ അതിൽ 1-2 ചോദ്യങ്ങൾ, ചില സൂചനകളാണ് കേട്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി ആര് എന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ എന്ന് പറയുകയാണ്. മാവേലിക്കര 39.4 എന്നുള്ള വലിയ റേറ്റിംഗിൽ സംസ്ഥാന സർക്കാരാണ് കാരണക്കാർ എന്ന് പറയുന്നു 33.1% ആളുകൾ. ഇരുവരും ചേർന്നാണെന്ന് പരുന്നവർ 27.5. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി അത് സംസ്ഥാനത്തെക്കാൾ കൂടുതൽ കേന്ദ്രമാണ് എന്ന ബോധ്യത്തിലേക്ക് കേരളം ഒന്നാകെ എത്തുന്ന ദിവസങ്ങൾ കൂടിയാണ്. എല്ലാ മണ്ഡലത്തിലും ഒട്ടുമിക്ക ആറ്റിങ്ങലും പത്തനംതിട്ട ഒഴികെ ഇതുവരെ നമ്മൾ നോക്കിയ എല്ലാ മണ്ഡലത്തിലും സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദി സംസ്ഥാനത്തെക്കാൾ കൂടുതൽ കേന്ദ്രമാണെന്ന് കരുതുന്ന വോട്ടർമാരാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ? ഇല്ല എന്ന് പറയുന്നവർ 21.6%. ഞങ്ങൾ വിലയിരുത്തും. ഈ സർക്കാർ നല്ലതാണോ മോശമാണോ, ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനക്ഷേമകരമാണോ ജനവിരുദ്ധമാണോ എന്നടക്കം ഞങ്ങൾ നോക്കുമെന്ന് പറയുന്നവർ ഒരു ബിഗ് എംഫാറ്റിക് 78.4% ആളുകൾ പറയുന്നു. പക്ഷേ നേരത്തെ നമ്മൾ പറയുന്നത് പോലെ അത് ആന്റി ഇൻകുംബൻസി ആണോ പ്രോ ഇൻകുംബൻസി ആണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, പൗരത്വ നിയമ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ എന്ന ചോദ്യത്തിന് സ്വാധീനിക്കുമെന്ന് പറയുന്നവർ 31.6%. സ്വാധീനിക്കില്ല എന്ന് പറയുന്നവർ 68.4% ആളുകൾ. അപ്പോൾ മാവേലിക്കരയിൽ പൗരത്വ ഭേദഗതി അത് സ്വാഭാവികമാണ്. നമുക്ക് ഡെമോഗ്രഫി ഒക്കെ നോക്കിയാൽ ഈ പറയുന്ന എന്താണ് അനുപാതമൊക്കെ നോക്കിയാൽ അത് അത്ഭുതപ്പെടുന്ന ഒരു കണക്കല്ല. സ്വാധീനിക്കില്ല എന്ന് പറയുന്നവർ 68.4%. പക്ഷേ എന്ന് പറയുമ്പോൾ പോലും സ്വാധീനിക്കുമെന്ന് 31.6 അത് ചെറിയ കണക്കമല്ല കേട്ടോ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങളെങ്ങനെ വിലയിരുത്തുന്നു? വളരെ മികച്ചതെന്ന് പറയുന്നു 6.5% ആളുകൾ. മികച്ചതെന്ന് പറയുന്നവർ 8.9% ആളുകൾ മാത്രമാണ്. ശരാശരി എന്ന് പറയുന്നവർ 31.9%. മോശമാണ് ഈ കേന്ദ്ര സർക്കാർ മോശമാണെന്ന് പറയുന്നവർ 27.6. വളരെ മോശം, ദ വേഴ്സ്റ്റ് സർക്കാർ എന്ന് പറയുന്നവർ 26.1%. എന്ന് പറഞ്ഞാൽ അത് പ്രതിപക്ഷത്തിന് കോൺഗ്രസിനൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ റേറ്റിംഗ് മോശം, വളരെ മോശം കൂടി ചെയ്യും. എങ്കിൽ കൂടിയും ശരാശരി ഓക്കെ ആണെന്ന് പറയുന്നവർ 31.9 ഉണ്ട് എന്നത് സർവേയിലെ ആ ചോദ്യത്തിൻ്റെ പ്രത്യേകതയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഓക്കെ, ആറാം ചോദ്യം, സിക്സ്ത് ക്വസ്റ്റ്യൻ, പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നു 46.2% ആളുകൾ. വലിയ കണക്കാണ്, അല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ട്. 46.2 പറയുന്നു ഇവിടെ പൊളിറ്റിക്കൽ വിച്ഛേഡിങ് ഉണ്ടെന്ന് പറയുന്നു. ഇല്ല എന്ന് കരുതുന്നവർ 26.3. അറിയില്ല, ഞങ്ങൾ ഈ നാട്ടുകാരൊന്നും അല്ല എന്ന് പറയുന്നവർ 27. ഞങ്ങൾ ഇന്ന് പത്രം വായിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് പറയുന്നവർ 27.5%. അവിടെയും ഈ പറയുന്ന നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതുവരെ നമ്മൾ നോക്കിയ എല്ലാ മണ്ഡലങ്ങളിലും പൊളിറ്റിക്കൽ വിച്ഛേഡിങ്, രാഷ്ട്രീയ വേട്ട ഉണ്ട് എന്ന് കൃത്യമായി തന്നെ പറയുന്ന വോട്ടർമാരെ നമ്മൾ കണ്ടു. അതും ഒരു ബോധ്യമാറ്റമാണ്. അട്ടിമറിക്കോ പടയൊരുക്കം, ആര് പിടിക്കും മാവേലിക്കര? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. ഓക്കെ, ആ നിർണായകമായ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തും. അതിനു മുൻപ് 3 ചോദ്യം, കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് ആര് എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ എന്ന് പറയുന്നവർ 44.1% ആളുകൾ. VD സതീശൻ എന്ന് പറയുന്നവർ 20.3% ആളുകൾ. രമേശ് ചെന്നിത്തല എന്ന് പറയുന്നവർ 21.9%. കെ സുരേന്ദ്രന് 9.7% മാർക്ക്. വി മുരളീധരൻ 2.5%. MV ഗോവിന്ദൻ 1.5%. അപ്പോൾ നോക്കൂ, പിണറായി വിജയൻ 44.1% കൂടി പിണറായി വിജയൻ തന്നെയാണ് മാവേലിക്കരയും ദ മോസ്റ്റ് പോപ്പുലർ പൊളിറ്റിക്കൽ ലീഡർ നിൽക്കാൻ നമ്മൾ കണ്ടതാണ് കേരളത്തിലുടനീളം. പാൻ കേരള സ്റ്റേറ്റ് വൈഡ് റിസൾട്ടും പിണറായി വിജയൻ തന്നെയാണ്
വലിയ മുൻതൂക്കം എന്നാണ്. വലിയ മുൻതൂക്കം അവിടെയുണ്ട്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവ് ആരാണ്? നരേന്ദ്രമോദി എന്ന് പറയുന്നവർ 23.1, രാഹുൽ ഗാന്ധി എന്ന് പറയുന്നവർ 46.6%. മാവേലിക്കരയുടെ 46.6% ആളുകൾ കരുതുന്നു രാഹുൽ ഗാന്ധിയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട അവർ ഹൃദയത്തോട് ചേർക്കുന്ന നേതാവ്. സീതാറാം യെച്ചൂരി എന്ന് പറയുന്നവർ 26.6, നരേന്ദ്രമോദി 23.1, സീതാറാം യെച്ചൂരി അവിടെ 26.6 എന്നുള്ളത് നോക്കണം. മമതാ ബാനർജി 0.5%, അഖിലേഷ് യാദവ് വട്ടപൂജ്യം, എം കെ സ്റ്റാലിൻ 3.2. നമ്മൾ പറഞ്ഞതാണ്, കേരളത്തിൽ നമ്മൾ ഇതുവരെ നോക്കിയ എല്ലാ മണ്ഡലങ്ങളിലും എം കെ സ്റ്റാലിൻ എന്ന് പറയുന്ന തമിഴകത്തിൻ്റെ തലപ്പൊക്കമുള്ള നേതാവ് കേരളത്തിൽ പോലും ഒരു ദേശീയ നേതാവ് എന്നുള്ള അംഗീകാരം നേടുന്നു. പ്രധാനമാണ് നിലപാടുകളുടെ കരുത്തിൻ്റെ, കോംപ്രമൈസ് ഇല്ലായ്മയുടെ ഒക്കെ ഒരു രാഷ്ട്രീയ കുന്തമുന എന്ന നിലയ്ക്ക് സ്റ്റാലിനെ കാണുന്നു. കേരളം. ഓക്കെ, 9ാമത്തെ ചോദ്യം, ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ BJPക്ക് വെല്ലുവിളിയാകുമോ? വെല്ലുവിളിയാകുമെന്ന് പറയുന്നവർ 24.3, വെല്ലുവിളിയാകില്ല എന്ന് പറയുന്നവർ 33.2. അഭിപ്രായം ആ വിഷയത്തിലില്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ. 42.5 നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഈ 42.5 എന്ന് പറയുന്നവർ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി ഇനിയും എമർജ് ചെയ്ത് വരും. ഇന്ത്യ മുന്നണി ഇനിയും കരുത്തുറ്റവരാകും. അത് NDA സഖ്യത്തെ മറിച്ചിടാൻ പ്രാപ്തി ഉണ്ടായേക്കാം എന്ന് സംശയിക്കുന്നവർ കൂടി ഉള്ളതാണ്. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല, എന്തും സംഭവിക്കാം എന്ന നിലപാടുള്ളവർ 42.5%. ഓക്കെ, 10ാമത്തെ ചോദ്യം, രാജ്യം ആര് ഭരിക്കും എന്ന ചോദ്യത്തിന് NDA എന്ന് പറയുകയാണ് 52.1% ആളുകൾ. ഇന്ത്യ സഖ്യം എന്ന് പറയുന്നു 21% ആളുകൾ. മറ്റുള്ളവർ എന്ന് പറയുന്നു 0.7% ആളുകളാണ്. നമ്മൾ തൊട്ട് നേരത്തെ കണ്ട ചോദ്യത്തിലെ പോലെ ഈ വിഷയത്തിൽ ഞങ്ങൾക്കറിയില്ല, എന്തും സംഭവിക്കാം, ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്താണ് NDA ഓർ ഇന്ത്യ എന്ന് പറയുന്നവരുടെ എണ്ണം ചെറുതല്ല, 26.2% ആളുകൾ കരുതുന്നുണ്ട്. അങ്ങനെ അട്ടിമറിക്കോ പടയൊരുക്കം, ആര് പിടിക്കും മാവേലിക്കര? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. ഓക്കെ, ഏറ്റവും നിർണായകമായ ഫൈനൽ ക്വസ്റ്റിലേക്ക് പോകും മുമ്പ് നമ്മൾ പാനലിലേക്ക് ഒന്ന് പോകുന്നു. ഡിയർ പാനൽ, വെൽക്കം. ഇവിടെ മാവേലിക്കര എന്ന് പറഞ്ഞാൽ കൊടിക്കുന്നിൽ വാഴുന്നു എന്ന് പറഞ്ഞാൽ കൊടിക്കുന്നിലിൻ്റെ 10ാം മത്സരമാണ്. 10ാം ടേമിൽ മത്സരിക്കുകയാണ്, അല്ല 10ാം തവണ മത്സരിക്കുകയാണ് കൊടിക്കുന്നിൽ. എന്തെങ്കിലും രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന? 10 ചോദ്യങ്ങളുണ്ടോ പാനൽ? ഹാഷ്മി, എനിക്ക് തോന്നുന്നു കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലമായ മാവേലിക്കരയെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് അവിടെ ഇത്തവണ സിറ്റിംഗ് MP കൊടിക്കുന്നിൽ സുരേഷിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടോ, അല്ലെങ്കിൽ ഇടതുപക്ഷം വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്നത് അവിടെ ഒരു അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് അവിടെ കൊണ്ടുവരാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് CPIയുടെ C അരുൺകുമാർ എന്ന് പറയേണ്ടി വരും. കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു സവിശേഷത, അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ മനോഹരമായി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് കൊടിക്കുന്നിൽ എന്നുള്ളതാണ്. പലപ്പോഴും പ്രതികൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ഉള്ളപ്പോൾ പോലും കൊടിക്കുന്നിലിന് ആ മണ്ഡലത്തെ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ചിറ്റയം ഗോപകുമാറിനെ കൊടിക്കുന്നിൽ തോൽപ്പിക്കുന്നത് ഏതാണ്ട് 61,138 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. പക്ഷെ കൊടിക്കുന്നിലിന് ഇപ്പോൾ ആ നിലയിലുള്ള ഒരു സ്വാധീനം ആ മണ്ഡലത്തിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. പലപ്പോഴും അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കൊടിക്കുന്നിൽ സാധാരണ നിലയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടാകുന്ന അത്രയും സജീവമായി ഇത്തവണ ഈ പ്രചാരണ വേളയിൽ ഇല്ല എന്നൊക്കെയുള്ള ചില ഇൻപുട്ടുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ഏതായാലും ഒരു പ്രവചനാതീതമായ മത്സരമായി തന്നെ മാവേലിക്കര നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നായർ ഈഴവ വോട്ടുകൾ അവിടെ വളരെ നിർണായകമാണ് അല്ലേ? അല്ല, ഇതിലെ തോന്നുന്നത് ഗോപി, കഴിഞ്ഞ തവണ നമ്മൾ സർവേ നടത്തിയപ്പോൾ 1-2 മണ്ഡലങ്ങളിൽ ആന്റി ഇൻക്യൂംബൻസി, ഈ MP-ക്കെതിരെയുള്ള വികാരം വളരെ ശക്തമായി നിൽക്കുന്ന ഒരു മണ്ഡലമായിട്ട് നമ്മൾ കണ്ടെത്തിയത് മാവേലിക്കരയായിരുന്നു. അപ്പോൾ മാവേലിക്കരയിൽ പൊതുവെ കൊടിക്കുന്നിൽ സുരേഷിനെതിരായിട്ടൊരു വികാരം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇതിൽ എടുത്തു കഴിഞ്ഞാലും ഒരു തരത്തിൽ അത്ര ഒരു മികവ് ഇതിൽ കാണിക്കുന്നില്ല എന്നാണ് കാണുന്നത്. എന്ന് മാത്രമല്ല, C അരുൺകുമാർ CPIയുടെ പുതുമുഖ കാൻഡിഡേറ്റ് ആണ്. നല്ല ഇൻറോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ 10 തവണ അവിടെ മത്സരിച്ചെങ്കിലും അവിടെ അട്ടിമറി വിജയം, ചെങ്ങറ സുരേന്ദ്രനൊക്കെ ജയിച്ച ചരിത്രമുണ്ട്. പക്ഷെ കൊടിക്കുന്നിൽ സുരേഷ് എല്ലായിടത്തും എത്തുന്ന ഒരാളാണ്. പക്ഷെ ഇത്ര തവണ മത്സരിച്ചത് കൊണ്ടാകാം ഒരു ജനവികാരം കൊടിക്കുന്നിൽ സുരേഷിനെതിരെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൊടിക്കുന്നിലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 61,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഗോപി നമുക്ക് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ ശബരിമല ഇഷ്യൂ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി മൊത്തം ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുകയും ഒരുപാട് കാൻഡിഡേറ്റ്സിന് 100,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ 61,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 30,000 വോട്ട് മറിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് വേറൊരു കാര്യം കൂടി ഉള്ളത്, പൗരത്വ നിയമ ഭേദഗതി
അവിടെ സ്വാധീനിക്കില്ല എന്നാണ് ഭൂരിപക്ഷം പേരും പറഞ്ഞിട്ടുണ്ട്. ഭൂരിപക്ഷം പേരും പറയുന്നത്. ഭൂരിപക്ഷം പേരും പറയുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ മാവേലിക്കര ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോകുന്നത് മാത്രമല്ല അരുൺകുമാർ അല്പം മുന്നേറിയാലും അത്ഭുതപ്പെടാനില്ല. വിജയകുമാർ, ഈ സ്ഥാനാർത്ഥിയുടെ മികവിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകമായി കാണുന്നത്. ഇതിന്റെ ആനുകൂല്യം മാർക്ക് കിട്ടുന്നുള്ള ചോദ്യമുണ്ട്. അത് നമുക്കതിൽ ഒരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല ഗോപി. കാരണം ഈ കൊടിക്കുന്നിൽ സുരേഷിന് നേരത്തെ ജെയിംസ് സാർ പറഞ്ഞ പോലെ നമ്മളുടെ ആദ്യ സർവേയിൽ ഒരു ആന്റി ഇൻകുംബൻസി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ആ മാസങ്ങളിൽ അദ്ദേഹം വളരെ സജീവമായി നെൽകർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു. മങ്കമ്പിലെ സമരത്തിൽ പങ്കെടുത്തു. അവിടെ അദ്ദേഹത്തിന് ലാത്തിച്ചാർജ് ഏൽക്കേണ്ടി വന്നു. അങ്ങനെ ജനകീയ പ്രശ്നങ്ങളിൽ വളരെ വേഗത്തിൽ അദ്ദേഹം ഇടപെട്ടിരുന്നു. വാർത്തയിലും ഇടം പിടിച്ചു. അപ്പോൾ ഈ ആന്റി ഇൻകുംബൻസിയുടെ തോത് അദ്ദേഹം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. പക്ഷെ എത്രത്തോളം ആ ലെവലിലേക്ക് ഗ്രൗണ്ടിലേക്ക് അത് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. മറ്റൊന്ന്, കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് അനുകൂലമായിരുന്ന ഘടകങ്ങൾ ഇത്തവണ കേരളത്തിൽ ഒരിടത്തുമില്ല. ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ രാഹുൽ ഫാക്ടർ, ശബരിമല അടക്കമുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. അന്ന് എന്താണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചിലപ്പോൾ സർക്കാർ ഉണ്ടായേക്കുമെന്നൊക്കെയുള്ള പ്രതീതിയൊക്കെ പ്രതിപക്ഷ മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ നിലയിലുള്ള ഒരു അന്ന് UDF-നെ മാവേലിക്കരയിൽ സഹായിച്ച ഫാക്ടേഴ്സ് ഒന്നും ഇപ്പോഴില്ല. അല്ല, പക്ഷെ അതിലൊരൊറ്റ കാര്യം, അതായത് പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സ്വാധീനിക്കപ്പെടുന്നതല്ലല്ലോ കൊടിക്കുന്നിലിന്റെ ഒരു ചരിത്രം നോക്കിയല്ല അദ്ദേഹത്തിന്റെ വിജയം ആ മണ്ഡലത്തിൽ. പക്ഷേ കഴിഞ്ഞ തവണ മറ്റു മണ്ഡലങ്ങളിലെ സാഹചര്യം വെച്ച് നോക്കിയാൽ കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ജയിച്ചത് എത്ര വോട്ടിനാണ്? 61,000. അത് ഒരു അനുകൂല തരംഗം, UDF അനുകൂല തരംഗം ഉള്ളപ്പോൾ 68,000 എന്ന് പറയുന്നത് മാവേലിക്കര പോലൊരു മണ്ഡലത്തിൽ അത്ര വലിയ ഭൂരിപക്ഷമൊന്നും അല്ല. അപ്പോൾ അന്ന് അദ്ദേഹം ആ തരംഗത്തിന്റെ പുറത്ത് ജയിച്ചതാണ് എന്നത് ഏറെക്കുറെ ഉറപ്പാണ് നമുക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സാഹചര്യങ്ങളൊന്നുമില്ലാതെ പിന്നെ അരുൺകുമാർ പുതുമുഖമാണ്. പക്ഷേ അരുൺകുമാറിന്റെ എതിരെ ചില പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അരുൺകുമാറിനെ ആ സ്ഥാനാർത്ഥിയായി മണ്ഡലം കമ്മിറ്റികൾ അംഗീകരിച്ചിരുന്നില്ല. ആ പേര് പട്ടികയിൽ അവസാനമൊക്കെ ആയിരുന്നു. ചിലർ ആ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. നോക്കാം നമുക്ക് എന്തായാലും. പക്ഷേ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്, അതായത് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്, രാവിലെ 8:30 ആകുമ്പോഴേക്കും മാവേലിക്കരയുടെ റിസൾട്ട് വരും, അത് അരുൺകുമാറിന് അനുകൂലമായിരിക്കും എന്നൊക്കെ ആ തരത്തിലൊരു ആത്മവിശ്വാസം ഇടതുപക്ഷ ക്യാമ്പിൽ ഉണ്ട് എന്നൊക്കെയുള്ള കടുത്ത ആത്മവിശ്വാസമാണ്. ഏതായാലും 17 ദിവസം ബാക്കിയുണ്ട്. പക്ഷേ എന്തായാലും ഈ 8:30 റിസൾട്ട് അറിയുന്നുള്ള ആത്മവിശ്വാസം കടുത്തതാണ്. ഹാഷ്മി, അല്ല ഞാൻ പറഞ്ഞത് അത്രത്തോളം ഹാഷ്മി. അപ്പോൾ ഇങ്ങനെയാണ് മാവേലിക്കരയിൽ ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. കൊടിക്കുന്നിൽ അവസാന നിമിഷത്തിൽ എന്ത് മാന്ത്രികതയാണ് കാണിക്കുക എന്നതാണ് ചോദ്യം. 8:30 ആര് വോട്ടും എന്ന ചോദ്യം മറുപടി ഉണ്ട്. എന്ന് പറഞ്ഞാൽ കൊടിക്കുന്നിൽ 10ാം ടൈമിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ 50 വർഷം പാർലമെന്റ് ജീവിതം എന്നുള്ളതല്ല. ഇടയ്ക്ക് 2-3 വർഷങ്ങളൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും 10 തവണ ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കാമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി പോലെയോ കെ മാണിക്ക് പാലാ പോലെയോ ഒക്കെ ലോക്സഭയിലേക്ക് കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും പ്രധാനമന്ത്രിയെ വന്നാൽ പ്രോട്ടൈം സ്പീക്കറായി കസേരയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കേണ്ട ആളാണ് കൊടിക്കുന്നിൽ. അപ്പോൾ ആ അവസരം കൊടിക്കുന്നിലുണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ഗുരുസ്വാമി ആവാനുള്ള ഭാഗ്യം കൊടിക്കുന്നിലുണ്ടാകുമോ എന്ന ചോദ്യത്തിലുള്ള മറുപടിയിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഷോർട്ട് ബ്രേക്ക്. 10 ചോദ്യങ്ങൾ ചോദിച്ചു. 10 ചോദ്യങ്ങൾ ചില സൂചനകൾ രാഷ്ട്രീയം മനസ്സിലാവുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. ദ ഫൈനൽ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? മാവേലിക്കര പറയുന്നു CA അരുൺകുമാർ 43.2% വോട്ടുകളുമായി വിജയി. CA അരുൺകുമാർ 43.2 വോട്ടുകളുമായി വിജയി. കൊടിക്കുന്നിൽ സുരേഷ് 40.1% രണ്ടാം സ്ഥാനത്ത്. NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല 15.1% വോട്ടുകളുമായി ബഹുദൂരം പിന്നിൽ. മറ്റുള്ളവർ 1.6. ഒരിക്കൽ കൂടി LDF-ന്റെ അരുൺകുമാർ 43.2% വോട്ടുകളുമായി വിജയിയാകുന്നു മാവേലിക്കരയിൽ. UDF-ന്റെ സ്ഥാനാർത്ഥി 40.1% രണ്ടാം സ്ഥാനത്ത്. NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല 15.1 വോട്ട്, മറ്റുള്ളവർ 1.6. അപ്പം മുന്നിൽ CA അരുൺകുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 17 ദിവസം ബാക്കി നിൽക്കെ മുന്നിൽ 3% വോട്ടുകളുടെ ക്ലിയർ എഡ്ജിൽ CA അരുൺകുമാർ. CPIയുടെ യുവരക്തം, CPIയുടെ യുവതുർക്കി മാവേലിക്കരയിൽ വിജയത്തിലേക്ക് പോകുന്നു എന്ന സൂചന. അട്ടിമറിയാണ്. അട്ടിമറി എന്ന് പറഞ്ഞാൽ മാവേലിക്കരയിൽ ഞെട്ടിക്കുന്ന അട്ടിമറി എന്നാണ് മനസ്സിലാക്കാൻ. ഓർക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ, ചെങ്ങറ സുരേന്ദ്രൻ അന്ന് ആദ്യമായി വരുമ്പോൾ, അന്ന് പുതുമുഖമായി വരുമ്പോൾ കൊടിക്കുന്നിൽ അട്ടിമറിച്ചാണ് ചെങ്ങറ. പിന്നീട് ചെങ്ങറ കൊടിക്കുന്നിൽ ചെങ്ങറ എന്നുള്ള ദ്വന്ദ്ങ്ങൾ 4 വർഷങ്ങൾ കണ്ട സ്ഥലമാണ് ആ സ്ഥലം. അവിടെ CA അരുൺകുമാർ ആദ്യമായി ഇറങ്ങുന്നു, കൊടിക്കുന്നിലിനെ അട്ടിമറിക്കുന്നു എന്ന് വേണം അവിടെ ഇപ്പോൾ വരുന്ന സൂചന. കോർ CEO അഖിൽ സുരേഷ് കുറിച്ചിരുന്നു. അഖിൽ, ഇവിടെ നമ്മൾ കണ്ടതാണ്, ഇവിടെ 10ാം ടൈമിൽ മത്സരിക്കുന്നു, 3 ഊഴം പൂർത്തിയാക്കി 4ാം ഊഴം. ഒരു ആവർത്തന വിരസത എന്നൊരു പ്രശ്നം അവിടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ സർവേയിൽ ആന്റി ഇൻകുമൻസി രൂപത്തിൽ നമ്മളത് കണ്ടതാണ്. അതാണോ കൊടിക്കുന്നിലിനെ അവിടെ ബാധിക്കുന്നത്? അഖിൽ, വളരെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര. LDF UDF തമ്മിലുള്ള വളരെ ശക്തമായ മത്സരം നടക്കുമ്പോഴും തുടർച്ച ഇപ്പോൾ ഏകദേശം 3 മാവേലിക്കര മണ്ഡലം, പുതിയ മാവേലിക്കര മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം തുടർച്ചയായി 3 തവണ കൊടിക്കുന്നിൽ സുരേഷ് MP ആയി അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു.
അപ്പം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നതാണ്. അപ്പം യുവാക്കൾക്കിടയിലൊക്കെ ഒരു ഇപ്പം നമ്മൾ ഈ സർവേ നടത്തുമ്പോൾ ഈ LDF സ്ഥാനാർത്ഥിക്ക് ഒരു യുവാക്കൾക്കിടയിൽ ഒരു പിന്തുണ കിട്ടുന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് കണ്ടത്. അപ്പോൾ ഒരു ചേഞ്ച്, ഒരു മാറ്റം എന്നൊരു മണ്ഡലം ആഗ്രഹിക്കുന്നതിൻ്റെ സൂചനയാണ് നമ്മുടെ സർവേയിൽ ഈ LDFിലെ സ്ഥാനാർത്ഥിയായ അരുൺകുമാറിന് കിട്ടുന്ന ഈ മുൻതൂക്കമായി നമ്മൾ വിലയിരുത്തേണ്ടത്. പാനൽ ഇവിടെ നമ്മൾ മാവേലിക്കരയ്ക്ക് നോക്കിയാൽ അവിടെ കൊടിക്കുന്നിലിന്റെ വാഴ്ച നമ്മൾ വാഴുന്നു എന്നത് ശരിയാണ്. പക്ഷേ അതിന്റെ സ്വഭാവം LDF സ്വഭാവമാണ്. 7 MLA-മാരും LDFിന്റെ MLA-മാരാണ്. അവിടെ മന്ത്രിമാർ 3 മാത്രമല്ല, ഇപ്പോൾ നിയമസഭാ അസംബ്ലിയിലെ കണക്കെടുത്ത് നോക്കിയാൽ അത് ലോക്സഭയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ 1.5 ലക്ഷത്തിലധികം വോട്ടുകളുടെ ലീഡ് നിയമസഭാ അസംബ്ലികളിൽ LDFിനുണ്ട്. ഇത് അപ്രതീക്ഷിതമാണോ? ഇത് സംഭവിച്ചു കൂടാത്തതാണോ പാനൽ? ഹാഷ്മി, ഇതിന് മറുപടി പറയുമ്പോൾ നേരത്തെ PP ജെയിംസ് പറഞ്ഞതുപോലെ ഇനി 17 ദിവസം ബാക്കിയുണ്ട് കേരളം പോളിംഗ് ബൂത്തിൽ എത്താൻ എന്നത് നമ്മൾ ഓർക്കണം. മാവേലിക്കരയിൽ അനായാസം ഒരു അട്ടിമറി നടക്കുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം തന്നെ ശരിയാണ്, CA അരുൺകുമാർ എന്ന ഇടതുപക്ഷത്തിന്റെ പുതുമുഖ സ്ഥാനാർത്ഥിക്ക് അവിടെ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല CPI സ്ഥാനാർത്ഥിയായ അരുൺകുമാറിന് പിന്തുണയുമായി അവിടെ CPM-ന്റെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ അവിടെ എത്തി പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. അരുൺകുമാറിന് ആ നിലയ്ക്ക് ഒരു സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിയുന്ന പാകത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം മാറിയിട്ടുമുണ്ട്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും നേരത്തെ വിജയൻ പറഞ്ഞ ഭാഗവും ഞാൻ കണക്കിൽ എടുക്കുന്നു. കാരണം വലിയ തരംഗമുണ്ടായപ്പോഴും 61,000-ന്റെ ലീഡ് മാത്രമാണ് കൊടുക്കുന്നുണ്ടായത്. സ്വാഭാവികമായിട്ടും ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട് എന്ന് മുൻപ് നമ്മൾ നടത്തിയ സർവേയിൽ കണ്ടതുമാണ്. ഇതൊക്കെയാണെങ്കിലും കൊടിക്കുന്നിലിന് അസാമാന്യമായ മെയ്വഴക്കത്തോടുകൂടി ഈ ഇലക്ഷൻ മാനേജ് ചെയ്യാൻ കഴിവുള്ള ആളാണ് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു നല്ല പോരാട്ടം മാവേലിക്കരയിൽ ഉണ്ടാകും. അത് അട്ടിമറിയിലേക്ക് നീങ്ങുമോ എന്ന് കാത്തിരിക്കണം. എന്താണ് വിജയകുമാറിന്റെ? എനിക്ക് തോന്നുന്നത് ഗോപി, ഇതിൽ ഈ സർവേയുടെ നമ്മൾ ചോദ്യോത്തരങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ ഈ സ്ഥാനാർത്ഥി CA അരുൺകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇടതുപക്ഷ വോട്ടുകൾ അപ്പാടെ വരുന്നു എന്നതിനപ്പുറത്തേക്ക് അവിടെ ഈ വലിയ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ഒരു ഭാഗം, അല്ലെങ്കിൽ ചെറുപ്പക്കാരടക്കമുള്ളവർ, അവരുടെ വോട്ട് അവിടെ കൊടിക്കുന്നിൽ നിന്ന് അകന്നു പോകുന്നു. ഒരു മാറ്റം വേണം എന്ന് കരുതുന്ന ഒരു ജനവിഭാഗം അവിടെയുണ്ട്. അവരുടെ വോട്ട് ഇതിൽ നിർണായകമാകും, വിധി നിർണ്ണയിക്കുന്നത് തന്നെയാകും. അതുകൊണ്ടാണ് ഈ നമ്മൾ LDF UDF വോട്ട് എന്നത് ഈ 43-ലും 40-ലും ഉണ്ട്. പക്ഷേ അതിൽ ഈ വിജയെ തീരുമാനിക്കുന്നതിൽ ക്രൂഷ്യലാകാൻ പോകുന്നത് മാവേലിക്കരുടെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഈ ചെറുപ്പക്കാരുടെ, പുതിയ വോട്ടർമാരുടെയൊക്കെ വോട്ടുകൾ തന്നെയാണ്. അത് രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ചെറുപ്പക്കാരൻ വരട്ടെ, ഒരു പുതുമുഖം വരട്ടെ, തുടർച്ചയായി ഒരാൾ ഇങ്ങനെ മത്സരിക്കുന്നു എന്നതൊരു പ്രശ്നമാണ്. അത് മാവേലിക്കരയിൽ അതിന് കോൺഗ്രസ് UDF വില കൊടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിനകത്ത് ഒരു കാര്യം, അതായത് കൊടിക്കുന്നിലിനെ ആ തരത്തിലൊരു സ്വീകാര്യത കുറഞ്ഞു വരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ സർവേയിൽ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഇതിലിപ്പോൾ ഹാഷ്മി പറഞ്ഞൊരു വാദം, നിയമസഭയിൽ 7 മണ്ഡലങ്ങളിലും LDF ജയിച്ചു, 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. പക്ഷെ കേരളത്തില് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ എടുക്കുമ്പോൾ UDFന് ഒരു അപ്പർ ഹാൻഡും, കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതുപോലെ തന്നെ LDFന് വലിയ രീതിയിലുള്ള മേധാവിത്വം ഉണ്ടാവുന്ന രണ്ട് രീതിയിലാണ് വോട്ടിംഗ് പാറ്റേൺ വരുന്നത്. സാധാരണ ലോക്കൽ ബോഡി ഇലക്ഷൻസിനും പൊതുവെ ഇടതുപക്ഷത്തിനാണ് ഒരു മുൻതൂക്കം കിട്ടാറുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വെച്ച് ഇതിനെ കാണാൻ പറ്റില്ല. പക്ഷേ ഇത് വളരെ വ്യക്തമാണ്. 10 തവണ മത്സരിക്കുന്ന ഒരാൾക്കെതിരെ ഉണ്ടാകാവുന്ന ആന്റി ഇൻകംബൻസി അല്ലെങ്കിൽ ഒരു ജനവികാരം എതിരാവുന്നത് സ്വാഭാവികമാണ്. ഒരു മാറ്റം ആഗ്രഹിക്കുന്നു, ചെറുപ്പക്കാരെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട. ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നു. അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും രാഹുൽ ഗാന്ധി തരംഗത്തിൽ, കൊടിയ UDF തരംഗത്തിലും അവിടെ കുന്നത്തൂര്, മാവേലിക്കര പോലുള്ള സ്ഥലങ്ങളിൽ ചിറ്റയം ലീഡ് ചെയ്ത സ്ഥലമാണ് സാറേ. അപ്പൊ ലോക്സഭാ പാർട്ടികളിലും ഒരു ടച്ച് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാണ്. തീർച്ചയായിട്ടും അതില്ലാതെ പറയുന്നില്ല. പക്ഷേ ഇത് രണ്ടാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2 പാറ്റേണിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അല്ല, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഹാഷ്മി അതെല്ലാം മാനേജ് ചെയ്തിട്ടുള്ള ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അതായത് ഇത്രയും വലിയ പ്രതിസന്ധികൾക്ക് ഇടയിലും അത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കൊടിക്കുന്നിൽ. അതിന് ഇത്തവണ ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ നമ്മുടെ അഭിപ്രായ സർവേയിൽ ആളുകളുടെ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ അത് ഇപ്പോൾ ഗോപകുമാറിന് കൊടിക്കുന്നിൽ ഏതെങ്കിലും അവസാന നിമിഷം കയറി വരാൻ കഴിവുള്ള ആളാണ്.
എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന സൂചന കൊടുക്കുന്ന സുരേഷൻ അല്പം ഒന്ന് ആശങ്കപ്പെടാൻ വെറിയിടാവാനുള്ള സൂചനയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഒരു 3% എഡ്ജ് എന്നൊക്കെ പറയുന്നത് ഒരു എഡ്ജ് തന്നെയാണ്, ഒരു ക്ലിയർ എഡ്ജ് തന്നെയാണ്. അപ്പോൾ ഇനി 17 ദിവസങ്ങൾ ബാക്കിയുണ്ട്. 17 ദിവസങ്ങളിൽ എന്തും മാറി മറിയാം. 17 ദിവസങ്ങൾ തെരഞ്ഞെടുപ്പിന് 17 മണിക്കൂറുകൾ പോലും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കാം മാവേലിക്കര. പക്ഷേ നിലവിൽ അരുൺകുമാറിന്റെ ആശ്വാസം, ഒരു ദീർഘനിശ്വാസമുള്ള വകയുണ്ട്.